പുതിയൊരു ജോബ് അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി JNU ഡൽഹി 2026 ജൂൺ മാസത്തിൽ പുറത്തിറങ്ങിയ നോൺ ടീച്ചിംഗ് റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനെ കുറിച്ചുള്ള സമ്പൂർണ്ണ വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ഡൽഹിയിലെ പ്രമുഖ കേന്ദ്ര സർവകലാശാലയായ JNUവിൽ സ്ഥിരജോലി ലക്ഷ്യമിടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഈ വീഡിയോ വളരെ പ്രയോജനകരമാണ്. 2026 റിക്രൂട്ട്മെന്റ് ഗ്രൂപ്പ് A മുതൽ ഗ്രൂപ്പ് D വരെയുള്ള വിവിധ പോസ്റ്റുകളിലേക്കാണ് റിക്രൂട്ട്മെന്റ് വിളിച്ചിരിക്കുന്നത്. കേരളത്തിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികൾക്കും ദേശീയ തലത്തിൽ മത്സരിക്കാനുള്ള അവസരമാണിത്. ഈ റിക്രൂട്ട്മെന്റിന്റെ വിശദവിവരത്തിലോട്ട് കടക്കും മുമ്പായിട്ട് ചാനലിൽ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. ഞാനെടുത്ത വീഡിയോ നോട്ടിഫിക്കേഷൻ ഉടനടി തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കൂടാതെ ജോലി അന്വേഷിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. 2026 ജൂണിലെ നോട്ടിഫിക്കേഷൻ പ്രകാരം JNUവിലെ വിവിധ വകുപ്പുകളിലും സെന്ററുകളിലും ഓഫീസുകളിലും നിരവധി ഒഴിവുകളുണ്ട്. അസിസ്റ്റന്റ് രജിസ്ട്രാർ, സെക്ഷൻ ഓഫീസർ, അസിസ്റ്റന്റ്, UDC അപ്പർ ഡിവിഷൻ ക്ലർക്ക്, LDC ലോവർ ഡിവിഷൻ ക്ലർക്ക്, ജൂനിയർ അസിസ്റ്റന്റ്, സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് C&D, ലൈബ്രറിയൻ, പ്രൊഫഷണൽ അസിസ്റ്റന്റ്, ടെക്നിക്കൽ അസിസ്റ്റന്റ്, ലാബ് അറ്റൻഡന്റ്, മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ്, MDS എന്നിവയാണ് പ്രധാന പോസ്റ്റുകൾ. ഓരോ പോസ്റ്റിനും കേന്ദ്ര സർക്കാർ നിയമങ്ങൾക്കനുസരിച്ച് SC/ST, OBC, EWS, ഭിന്നശേഷി, മുൻ സൈനികർ എന്നിവർക്ക് സംവരണം ബാധകമാണ്. കൃത്യമായ ഒഴിവുകളുടെ എണ്ണം പോസ്റ്റ് വൈസ് നോട്ടിഫിക്കേഷനിൽ ലഭ്യമാണ്. ഒഴിവുകളുടെ എണ്ണം സർവകലാശാലയുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് വർദ്ധിപ്പിക്കാനോ കുറയ്ക്കാനോ അധികൃതർക്ക് അധികാരമുണ്ട്. ഇനി യോഗ്യതാ മാനദണ്ഡങ്ങൾ പരിശോധിക്കാം. യോഗ്യതാ മാനദണ്ഡങ്ങൾ പോസ്റ്റ് അനുസരിച്ച് വ്യത്യാസപ്പെടുന്നു. അസിസ്റ്റന്റ് രജിസ്ട്രാർ പോസ്റ്റിന് ഏതെങ്കിലും വിഷയത്തിൽ ബിരുദാനന്തര ബിരുദവും സർവകലാശാലയിലോ സർക്കാർ സ്ഥാപനത്തിലോ ഭരണപരിചയവും ആവശ്യമാണ്. സെക്ഷൻ ഓഫീസർ പോസ്റ്റിന് ഏതെങ്കിലും വിഷയത്തിൽ ബിരുദവും 5 വർഷത്തെ ക്ലറിക്കൽ പരിചയവും വേണം. ഇനി അസിസ്റ്റന്റ് പോസ്റ്റിന് ഏതെങ്കിലും വിഷയത്തിൽ ബിരുദവും കമ്പ്യൂട്ടർ പ്രവർത്തന പരിജ്ഞാനവും നിർബന്ധമാണ്. അപ്പർ ഡിവിഷൻ ക്ലർക്ക് UDC പോസ്റ്റിന് 12ാം ക്ലാസ് പാസും 5 വർഷത്തെ എക്സ്പീരിയൻസും വേണം. ലോവർ ഡിവിഷൻ ക്ലർക്ക് LDC, ജൂനിയർ അസിസ്റ്റന്റ് പോസ്റ്റുകൾക്ക് 12ാം ക്ലാസ് പാസ്സായാൽ മതി. ടൈപ്പിംഗ് വേഗത മിനിറ്റിൽ 35 വാക്ക് ഇംഗ്ലീഷിലല്ലെങ്കിൽ 30 വാക്ക് ഹിന്ദി ആയിരിക്കണം. സ്റ്റെനോഗ്രാഫർ പോസ്റ്റിന് 12ാം ക്ലാസ് പാസും സ്റ്റെനോ വേഗത 100 വാക്ക് പ്രതി മിനിറ്റ് ആയിരിക്കണം. ലൈബ്രറിയൻ പോസ്റ്റിന് ലൈബ്രറി സയൻസിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും നിർബന്ധമാണ്. ടെക്നിക്കൽ അസിസ്റ്റന്റ്, ലാബ് അറ്റൻഡന്റ് പോസ്റ്റുകൾക്ക് ബന്ധപ്പെട്ട വിഷയത്തിൽ ITA ഡിപ്ലോമ അല്ലെങ്കിൽ ബിരുദവും പ്രായോഗിക പരിചയവും ആവശ്യമാണ്. മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് MDS പോസ്റ്റിന് 10ാം ക്ലാസ് പാസ് മതി. ഇനി പ്രായപരിധി കാണാം. പ്രായപരിധി 2026 ജൂൺ 1-ാം തീയതി അടിസ്ഥാനമാക്കിയാണ് കണക്കാക്കുന്നത്. ജനറൽ വിഭാഗത്തിന് 18 മുതൽ 30 വയസ്സ് വരെ, OBC നോൺ ക്രീമി ലെയർ വിഭാഗത്തിന് 3 വർഷം ഇളവ്, അതായത് 33 വയസ്സ് വരെ, SC/ST വിഭാഗത്തിന് 5 വർഷം ഇളവ്, അതായത് 35 വയസ്സ് വരെ. ഭിന്നശേഷി ഉദ്യോഗാർത്ഥികൾക്ക് ജനറൽ വിഭാഗത്തിന് 10 വർഷവും OBCക്ക് 13 വർഷവും SC/STക്ക് 15 വർഷവും വയസ്സിളവ് ലഭിക്കും. കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് 5 വർഷം ഇളവുണ്ട്. വിധവകൾ, വിവാഹമോചിതരായ സ്ത്രീകൾ എന്നിവർക്കും പ്രായപരിധിയിൽ ഇളവ് ബാധകമാണ്. പ്രായം തെളിയിക്കാൻ SC/ST സർട്ടിഫിക്കറ്റ് മാത്രമേ സ്വീകരിക്കൂ. ശമ്പള സ്കെയിൽ 7ാം ശമ്പള കമ്മീഷൻ പ്രകാരമാണ് നൽകുന്നത്. അസിസ്റ്റന്റ് രജിസ്ട്രാർ പോസ്റ്റിന് ലെവൽ 10 പ്രകാരം 56,100 രൂപ മുതൽ 1,77,500 രൂപ വരെ അടിസ്ഥാന ശമ്പളമായി ലഭിക്കും. സെക്ഷൻ ഓഫീസർ പോസ്റ്റിന് ലെവൽ 7 പ്രകാരം 44,900 രൂപ മുതൽ 1,42,400 രൂപ വരെ ലഭിക്കുന്നു. അസിസ്റ്റന്റ് പോസ്റ്റിന് ലെവൽ 6 പ്രകാരം 35,400 രൂപ മുതൽ 1,12,400 രൂപ വരെയും, UDC പോസ്റ്റിന് ലെവൽ 4 പ്രകാരം 25,500 രൂപ മുതൽ 81,100 രൂപ വരെയും, LDC ജൂനിയർ അസിസ്റ്റന്റ് പോസ്റ്റിന് ലെവൽ 2 പ്രകാരം 19,900 രൂപ മുതൽ 63,200 രൂപ വരെയും, MDS പോസ്റ്റിന് ലെവൽ 1 പ്രകാരം 18,000 രൂപ മുതൽ 56,900 രൂപ വരെ അടിസ്ഥാന ശമ്പളത്തിന് പുറമെ ഡിയർനെസ് അലവൻസും, DA ഹൗസ് റെന്റ് അലവൻസ്, HRA ട്രാൻസ്പോർട്ട് അലവൻസ്, DA മെഡിക്കൽ ആനുകൂല്യം, പെൻഷൻ സ്കീം, NPS എന്നിവയും ലഭിക്കും. JNU ക്യാമ്പസിൽ താമസ സൗകര്യം ലഭ്യമാണ്. ക്യാന്റീൻ സബ്സിഡി, വിദ്യാഭ്യാസ ആനുകൂല്യം, ലീവ്, ട്രാവൽ കൺസെഷൻ എന്നിവയും കേന്ദ്ര സർക്കാർ നിയമങ്ങൾക്കനുസരിച്ച് ലഭിക്കും. അപേക്ഷ പ്രക്രിയ പൂർണ്ണമായും ഓൺലൈനായാണ്. 2026 ജൂൺ നോട്ടിഫിക്കേഷൻ പ്രകാരം അപേക്ഷകൾ
jnu.ac.in എന്ന ഔദ്യോഗിക വെബ്സൈറ്റിലെ റിക്രൂട്ട്മെന്റ് പോർട്ടൽ വഴി മാത്രം സ്വീകരിക്കും. ക്യുക്ക് സർക്കാരി പോലെയുള്ള വെബ്സൈറ്റുകൾ വിവരം മാത്രം നൽകും. അപേക്ഷ നൽകുന്നതിന് മുമ്പ് ഉദ്യോഗാർത്ഥികൾ ഔദ്യോഗിക നോട്ടിഫിക്കേഷൻ പൂർണ്ണമായി വായിച്ച് യോഗ്യത ഉറപ്പാക്കണം. രജിസ്ട്രേഷൻ സമയത്ത് സാധുവായ മൊബൈൽ നമ്പറും ഇമെയിൽ ഐഡിയും നൽകണം. OTP വെരിഫിക്കേഷൻ പൂർത്തിയാക്കണം. അപേക്ഷ ഫോമിൽ പേര്, വിലാസം, ജനനത്തീയതി, വിദ്യാഭ്യാസ യോഗ്യത, ജാതി വിഭാഗം എന്നിവ SSLC സർട്ടിഫിക്കറ്റ് അനുസരിച്ച് കൃത്യമായി രേഖപ്പെടുത്തണം. പാസ്പോർട്ട് സൈസ് ഫോട്ടോയും ഒപ്പം സ്കാൻ ചെയ്ത് നിശ്ചിത വലിപ്പത്തിൽ അപ്ലോഡ് ചെയ്യണം. ഇനി അപേക്ഷ ഫീസ് പരിശോധിക്കാം. അപേക്ഷ ഫീസ് ജനറൽ OBC EWS പുരുഷ ഉദ്യോഗാർത്ഥികൾക്ക് 1000 രൂപ. SC/ST, ഭിന്നശേഷി, സ്ത്രീ, മുൻ സൈനികർ, വിധവകൾ എന്നിവർക്ക് ഫീസ് ഇളവുണ്ട്. ഫീസ് നെറ്റ് ബാങ്കിംഗ്, UP, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് വഴി ഓൺലൈനായി അടയ്ക്കാം. ഫീസ് അടച്ച രസീത് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കണം. അപേക്ഷ ഫോം ഫൈനൽ സബ്മിറ്റ് ചെയ്ത ശേഷം പ്രിന്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കണം. ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ സമയത്ത് ഈ പ്രിന്റ് ഔട്ട് നിർബന്ധമാണ്. ഒരേ ഉദ്യോഗാർത്ഥി ഒന്നിലധികം അപേക്ഷ നൽകിയാൽ എല്ലാ അപേക്ഷകളും റദ്ദാകും. 2026 ജൂൺ നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള പ്രധാന തീയതികൾക്കാണ്. ഓൺലൈൻ അപേക്ഷ ആരംഭിക്കുന്ന തീയതി ജൂൺ 2026 രണ്ടാം വാരമാണ്. അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ജൂലൈ 2026 ആദ്യ വാരമാണ്. പരീക്ഷാ കേന്ദ്രം പരിശോധിക്കാം. പരീക്ഷാ കേന്ദ്രം ഡൽഹി, നോയിഡ, ഗാസിയാബാദ്, ഗുരുഗ്രാം എന്നിവിടങ്ങളിൽ മാത്രമായിരിക്കും. കേരളത്തിൽ പരീക്ഷാ കേന്ദ്രം ഉണ്ടാകില്ല. അതിനാൽ കേരളത്തിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികൾ ഡൽഹിയിൽ പോയി പരീക്ഷ എഴുതാൻ തയ്യാറാകണം. JNU നോൺ ടീച്ചിംഗ് റിക്രൂട്ട്മെന്റ് 2026 ഉദ്യോഗാർത്ഥികൾക്ക് മികച്ച അവസരമാണ്. 2026 ജൂൺ നോട്ടിഫിക്കേഷൻ പ്രകാരം നിരവധി ഒഴിവുകൾ ഗ്രൂപ്പ് A മുതൽ D വരെയുണ്ട്. 10ാം ക്ലാസ് മുതൽ ബിരുദാനന്തര ബിരുദം വരെ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. 18,000 രൂപ മുതൽ 1,77,500 രൂപ വരെ ശമ്പളം ലഭിക്കുന്നു. കേന്ദ്ര സർക്കാർ ആനുകൂല്യങ്ങൾ, ജോലി സുരക്ഷ, പ്രൊമോഷൻ എന്നിവ ലഭിക്കും. അപേക്ഷ ജൂൺ 2026 രണ്ടാം വാരം മുതൽ jnu.ac.in എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാം. അവസാന തീയതിക്കായി കാത്തിരിക്കാതെ എത്രയും വേഗം അപേക്ഷിക്കുന്നത് നല്ലതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിട്ടുള്ളത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. നെക്സ്റ്റ് അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും പുതിയൊരു വീഡിയോ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.